മരുമകനോ മോനോ നോക്കിയിരുന്നല്ലോ കാര്യം. മരുമകനായതുകൊണ്ടാണോ PWD മിനിസ്റ്റർ ആകുന്നത്? മരുമകനായതുകൊണ്ടാണോ നാഷണൽ ഹൈവേ അതോറിറ്റി ഒപ്പിടുമ്പോൾ കേരളത്തിന് വേണ്ടി ഒപ്പിടുന്നത്? നാഷണൽ ഹൈവേ 66 ഇതിൻ്റെ ഉദ്ഘാടന പരിപാടിയിൽ കേരള ഗവൺമെന്റിന് വേണ്ടി നാഷണൽ ഹൈവേ അതോറിറ്റിയുമായിട്ട് ഒപ്പിട്ട പൊതുമരാമത്ത് വകുപ്പിനെ പൂർണ്ണമായിട്ടും ഒഴിവാക്കിയിരിക്കുകയാണ്. വളരെ വിചിത്രമായ ഒരു കാര്യമായിരുന്നു അത് എന്ന് കാണാൻ കഴിയും. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെ മണ്ഡലത്തിലൂടെയാണ് ഈ രണ്ടാമത്തെ ഉദ്ഘാടനം ചെയ്യുന്ന റീച്ച് കടന്നു പോകുന്നത്, രാമനാട്ടുകര. എന്നിട്ടും അദ്ദേഹത്തെ ഈ പരിപാടിയുടെ ഭാഗമായി ക്ഷണിച്ചില്ല എന്നുള്ളത് വ്യക്തിപരമായ പ്രശ്നമല്ല, കേരളത്തോടെടുക്കുന്ന BJP ഗവൺമെന്റിന്റെ രാഷ്ട്രീയമായ പകപോക്കലാണ്. ഇപ്പോഴവിടെ ജനങ്ങൾ മുൻകൈ എടുത്ത് കൈകാര്യം ചെയ്യുന്നുണ്ട് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. വകുപ്പ് മന്ത്രിയെ അറിയിക്കാതെ അതിൽ പങ്കെടുക്കുന്നത് BJPയുടെ അധ്യക്ഷനായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖരനാണ്. രാജീവ് ചന്ദ്രശേഖരനെ ഏത് പ്രോട്ടോകോൾ അനുസരിച്ചാണ് അതിൽ പങ്കെടുപ്പിക്കുന്നത്? അതിൻ്റെ രാഷ്ട്രീയ ഉള്ളടക്കം പക്ഷപാതപരമായ രീതിയിലാണ് എന്ന കാര്യം ചൂണ്ടിക്കാണിച്ച് തന്നെ ജനങ്ങളോടൊപ്പം ചേർന്ന് ഈ ആഘോഷ പരിപാടി വിജയിപ്പിക്കുക എന്നുള്ളത്